സുവർണകിയുടെ തീരത്ത് കോലമഹർഷി തപസ് ചെയ്ത സ്ഥലമാണല്ലോ കൊല്ലൂരായി മാറിയത്. അതിപ്രശസ്തമായ ക്ഷേത്രമാണ് മൂകാംബികാ ക്ഷേത്രം. മൂകാംബികാ ക്ഷേത്രത്തിൽ വന്ന് തൊഴുത് പ്രാർത്ഥിച്ചാൽ സർവവിധ അനുഗ്രഹങ്ങളും ലഭിക്കുന്നതാണ്. സരസ്വതീ മണ്ഡപത്തിലിരുന്നു കൊണ്ട് അമ്മയോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അമ്മ സർവവിധ വിദ്യകളും നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ 3 നേരത്തെയും പൂജകളിൽ പങ്കെടുക്കുകയും അമ്മയ്ക്ക് നെയ്വിളക്ക് സമർപ്പിക്കുകയും കുങ്കുമാർച്ചന നടത്തിക്കൊണ്ട് അമ്മയോട് പ്രാർത്ഥിക്കുക. അമ്മയുടെ കൃപാകടാക്ഷങ്ങൾ ലഭിക്കാനായി എല്ലാവരും ഇതേ രീതിയിൽ ചെയ്യുക. ആദിശങ്കരൻ അമ്മയെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തിയ സ്ഥലമാണല്ലോ ഇവിടം. അതുകൊണ്ട് തന്നെ കേരളീയരുടെ എല്ലാവരുടെയും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണിത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ക്ഷേത്രം സന്ദർശിക്കുകയും അമ്മയുടെ കൃപയ്ക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുക. സരസ്വതിയായും ലക്ഷ്മിയായും ഭദ്രകാളിയായും അമ്മ, ചണ്ഡികയായും അമ്മ ഇവിടെ കുടികൊള്ളുന്നു. അമ്മയുടെ കൃപാകടാക്ഷങ്ങൾ ലഭിക്കാനായി ചണ്ഡികാ ഹോമത്തിൽ പങ്കെടുക്കുന്നതും അത്യുത്തമമാണ്. 41 ദിവസത്തെ സരസ്വതീ മണ്ഡപത്തിലിരുന്നു കൊണ്ട് അമ്മയോട് പ്രാർത്ഥിച്ചാൽ വിദ്യാവിജയങ്ങളുണ്ടാകുന്നതാണ്. അമ്മയുടെ രാത്രി നേരത്തെ കഷായതീർത്ഥം സേവിക്കുന്നത് വഴി എല്ലാവിധ രോഗങ്ങളും മാറുന്നതും നിങ്ങൾക്ക് ആയുരാരോഗ്യ സൗഖ്യമുണ്ടാകുന്നതുമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതേ രീതിയിൽ ചെയ്യുക. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമസ്തുതേ എന്ന മന്ത്രം ജപിച്ചുകൊണ്ട് അമ്മയോട് പ്രാർത്ഥിക്കുക. സർവവിധ ഐശ്വര്യങ്ങളും അമ്മ നൽകുന്നതാണ്. ആദിപരാശക്തിയാണ് അവിടെ കുടികൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും അമ്മയായ ആദിപരാശക്തിയെ ശരിയായ വിധത്തിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അമ്മയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എല്ലാവരും ഇതേ രീതിയിൽ ചെയ്തുകൊണ്ട് അമ്മയുടെ കൃപയ്ക്കായി പ്രാർത്ഥിക്കുക. സർവർക്കും സർവമംഗളങ്ങളുമുണ്ടാവട്ടെ. ജഗദീശ്വരിയുടെ അനുഗ്രഹങ്ങൾ ലഭിക്കാനായി എല്ലാവരും ഇതേ രീതിയിൽ ചെയ്യുക. സർവർക്കും സർവൈശ്വര്യങ്ങളുമുണ്ടാവട്ടെ. അമ്മേ ശരണം, ദേവീ ശരണം. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ.